നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മൊഡ്യൂൾ PLC-ന്റെ ക്ലാസ് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എക്സാമിന് സീരീസ് എക്സാമിന് PLC എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞാണ്. അപ്പം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. ലോജിക് ഗേറ്റ് നോക്കുക, ലാച്ചിങ് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ലോജിക് ഗേറ്റ്സ്, ഒരുപാട് ലോജിക് ഗേറ്റ്സും അതിന്റെ PLC പ്രോഗ്രാമും ലാഡർ ഡയഗ്രം ഒക്കെ നിങ്ങൾക്ക് സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഞാനും ക്ലാസ്സിലുണ്ടായിരുന്നു. എനിക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പം ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു സിസ്റ്റം മോഡലിംഗ്, വാട്ട് ഈസ് ലംഡ് പാരാമീറ്റർ സിസ്റ്റം, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട 4 സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെക്കാനിക്കൽ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം, അതേപോലെ തെർമൽ സിസ്റ്റം ആൻഡ് ഫ്ലൂയിഡ് സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ മെക്കാനിക്കൽ സിസ്റ്റം. നമുക്കറിയാം മെക്കാനിക്കൽ സിസ്റ്റം 2 രീതിയിലുള്ള മെക്കാനിക്കൽ സിസ്റ്റം ഉള്ളത്, ട്രാൻസ്ലേഷണൽ മോഷൻ സിസ്റ്റവും റൊട്ടേഷണൽ മോഷൻ സിസ്റ്റവും. ഇപ്പൊ ട്രാൻസ്ലേഷൻ മോഷൻ സിസ്റ്റത്തിന്റെ മോഡലിംഗ് ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ട്രാൻസ്ലേഷൻ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്? സ്പ്രിങ്, ഡാമ്പർ, മാസ്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ, ഓരോ ബിൽഡിംഗ് ബ്ലോക്കിന്റെയും ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിന്റെ എന്തായിരുന്നു? F = K × X. നമ്മളിവിടെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നില്ല, നമുക്ക് റിലേഷൻ മാത്രമേ ഉണ്ട്, എഫും എക്സും തമ്മിലുള്ള റിലേഷൻ അല്ലെ? അതല്ലേ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ. ഇൻപുട്ട് എന്നുള്ള ഒരു ഇൻപുട്ട് ഫോഴ്സ് എഫും ഒരു ഔട്ട്പുട്ട് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എക്സും ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ F = KX. അതേപോലെ ഡാമ്പറിന്റെ കേസിലും നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഡാമ്പർ അല്ലെങ്കിൽ ഡാഷ്പോർട്ടിന്റെ ഔട്ട്പുട്ട് റിലേഷൻ? F = CV അല്ലെങ്കിൽ dx/dt. അപ്പോൾ ഇൻപുട്ട് ഫോഴ്സും ഔട്ട്പുട്ട് എക്സും തമ്മിലുള്ള റിലേഷൻ ആയി. അതേപോലെ മൂന്നാമത്തെ മാസിന്റേതും ഇതേപോലെ ഇക്വേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് F = ന്യൂട്ടൺ സെക്കൻഡ് ലോ. that is equal to m into d²x/dt². that is ഇൻപുട്ട് ഫോഴ്സ് എഫും ഔട്ട്പുട്ട് എക്സും തമ്മിലുള്ള റിലേഷൻ. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക് മെക്കാനിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം. സ്പ്രിംഗ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ സ്റ്റിഫ്നെസ് ഉള്ള ഏത് എലമെന്റിനെയും നമ്മൾ സ്പ്രിംഗ് വെച്ചാണ് ഇനി ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് കാണിക്കുക അല്ലെങ്കിൽ എലമെന്റ് ആയിട്ട് കാണിക്കുക. അതേപോലെ ഡാഷ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെയൊക്കെയാണ് ഡാഷ്പോർട്ട് ആയിട്ട് കാണിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഡാഷ്പോർട്ട് എന്നുള്ളത് നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു ക്ലോസ്ഡ് സിലിണ്ടർ ആയിരിക്കും. ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ പിസ്റ്റൺ എന്താവും? പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെ? അപ്പൊ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എന്താവും? ഈ ഗ്യാപ്പിലൂടെ ഇപ്പുറത്തേക്ക് വരും. ആക്ച്വലി ഈ ഫ്ലൂയിഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത് അല്ലെ? ഒരു ഫ്രിക്ഷണൽ, ഒന്നുകിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കാണിക്കാനും ഡാമ്പർ ഉപയോഗിക്കും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോഴ്സിനെ, ഒരു മോഷൻ ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഫോഴ്സിനെ കാണിക്കാനാണ് ഡാമ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡാമ്പർ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം രണ്ടാമത്തെ എലമെന്റ് ഡാഷ്പോർട്ട് അല്ലെങ്കിൽ ഡാമ്പർ, അതിന്റെ ഇക്വേഷൻ F = C × dx/dt. ദെൻ മൂന്നാമത്തെ മാസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ, ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ മോഷനുള്ള, ഇനേഷ്യൽ മോഷനുള്ള എലമെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഓഫ് ദാറ്റ് മൂവിംഗ് ബോഡി, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു A. then F = m × A. m is the constant known as mass അല്ലെ? then F = m നെ നമുക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ F = m × d²x/dt². ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ പറയുന്ന 3 ബിൽഡിംഗ് ബ്ലോക്കുകളിലും ഉണ്ടാവുന്ന എനർജിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിള്, ഞാനൊരു സ്പ്രിങ് എടുത്തു. ഓക്കെ, ഇതിന് ഞാനൊരു F എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുകയാണെ. F എന്ന് പറയുന്ന ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിൽ F കൊടുക്കുമ്പോൾ ഈ സ്പ്രിങ് എന്താവും? സ്പ്രിങ് എന്താ കംപ്രസ് ആവും. ഞാൻ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുമ്പോ, ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോ കംപ്രസ് ആവും അല്ലെ? സ്പ്രിങ് ഇങ്ങനെ ഇനീഷ്യലി ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും ഇത്രയും കംപ്രസ്ഡ് ആയി, ഒരു എക്സ് ഡിസ്റ്റൻസ് കംപ്രസ് ആയി, ഇങ്ങോട്ടേക്ക് ഒരു എക്സ് ഡിസ്റ്റൻസ് കംപ്രഷൻ നടക്കും. അപ്പൊ ഇതിനകത്തൊരു എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടുന്ന് ഫോഴ്സ് റിലീസ് ചെയ്യുന്നു. ഇപ്പൊ ആക്ട് ചെയ്ത ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഇനീഷ്യൽ പൊസിഷനിലേക്ക്, പഴയ പൊസിഷനിലേക്ക് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? അപ്പൊ നമ്മള് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത്
സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഉള്ളത് കൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു എനർജി സ്റ്റോർ വെൻ ദർ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ. ഒരു സ്പ്രിങ്ങിനകത്ത് ഒരു എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനോ ഒരു കംപ്രഷനോ നമ്മൾ കൊടുക്കുമ്പോൾ ആ സ്പ്രിങ് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ ആണിത്. ജസ്റ്റ് ഓർത്ത് വെക്കണം, കാര്യമുണ്ട്, നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ കാര്യമുണ്ട്. എനർജി ഈസ് ഈക്വൽ ടു kx²/2. ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. സ്പ്രിങ്ങിന്റെ എനർജി ഇക്വേഷൻ ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചാണ്. kx²/2. k എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റന്റ് ആണ് അല്ലെ, കോൺസ്റ്റന്റ് ആണ്. ദെൻ x എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് കംപ്രസ് ചെയ്തു അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു. ദെൻ kx²/2 നമുക്ക് എങ്ങനെ എഴുതാം, ഹാഫ് f²/k എന്ന് എഴുതാൻ പറ്റുമോ? ഹാഫ് f എന്ന് പറഞ്ഞാൽ എന്താ, kx അല്ലേ, അല്ലേ? f² എന്ന് പറഞ്ഞാൽ kx² k ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താണ്, എന്താ വരിക, kx² എന്നല്ലേ വരാം. അതന്നെയല്ലേ ഈക്വേഷൻ. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് kx² എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹാഫ് f²/k എന്ന് എഴുതാം. ഇനി മാസ്, നമ്മളെ മൂന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള മാസ് എന്ന് പറയുന്ന എലമെന്റ് അല്ലെ. മാസ്, ഒരു മിനിറ്റ്, മാസ്, ഞാനിപ്പോ ഒരു മൂവിങ് ബോഡി, ഒരു റെസ്റ്റിലുള്ള ബോഡി, ഒരു മാസ്, ഇയാളെ ഞാൻ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുന്നു, ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇയാൾ മൂവ് ചെയ്യുമല്ലോ, മൂവ് ചെയ്ത് ആ ആക്സിലറേഷൻ കാരണം, ഞാൻ കൊടുത്ത ഫോഴ്സ് കാരണം ഇയാൾ മൂവ് ചെയ്തു, ഒരു ആക്സിലറേഷനിൽ മൂവ് ചെയ്തു, ഒരു പൊസിഷനിലെത്തി. അപ്പൊ ഒരു പൊസിഷനിൽ പോയി റെസ്റ്റ് ആവും അല്ലെ. ഈ സമയത്ത് നമുക്ക് ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. മൂവിങ് ബോഡിക്ക് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലെ. സോ എനർജി സ്റ്റോർഡ് ഇൻ ദ മാസ് എന്ന് പറയുന്നത് സിമിലർ ടു കൈനറ്റിക് എനർജി, സെയിം ആസ് കൈനറ്റിക് എനർജി. എനർജി സ്റ്റോർഡ് ഇൻ ദ മാസ് വെൻ ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v is called kinetic energy and released when it stops moving. അപ്പം ഒരു മോഷനിലുള്ള എലമെന്റ് ഒരു ഫോഴ്സ് ഞാൻ ആക്ട് ചെയ്യുമ്പോൾ ഇയാൾ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എപ്പോഴാണ് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ, ഈ മാസ് ഞാൻ എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് ആ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം മാസിന്റെ എനർജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് കൈനറ്റിക് എനർജി. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഈസ് ഈക്വൽ ടു ഹാഫ് mv² അല്ലെ, ഹാഫ് mv². ഇനി ഡാമ്പറിന്റെ കേസിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല എന്നാ പറയുന്നത്. എന്താ സംഭവം അറിയാം? ഡാമ്പറിന്റെ ഫിഗർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ പറയാം. ഇവിടെ ഇതൊരു ക്ലോസ്ഡ് സിലിണ്ടർ ആണ്, ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് പിസ്റ്റൺ ഉണ്ട്, ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? എടാ, ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ, ഇല്ലേ? മൂവ് ചെയ്യും. ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ഫ്ലൂയിഡ് ആക്ച്വലി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ പിസ്റ്റന്റെ ഇങ്ങോട്ടേക്കുള്ള മൂവ്മെന്റിന് ഒരു റെസിസ്റ്റൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ റെസിസ്റ്റൻസ് ഫോഴ്സ് കാണിക്കാനാണ് നമ്മൾ ഈ ഡാമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പം പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് അങ്ങോട്ട് പോകും. ഇനി ഞാൻ നേരത്തെ സ്പ്രിങ്ങിന്റെ കേസ് പറഞ്ഞ പോലെ ഞാൻ കൊടുത്ത ഫോഴ്സ് ഞാൻ റിലീസ് ചെയ്യുന്നു, ഈ ഫോഴ്സ് ഞാൻ ഒഴിവാക്കുന്നു. അങ്ങനെ ആകുമ്പോ ഈ പിസ്റ്റൺ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുമോ? ഇല്ല, ഫ്ലൂയിഡ് പുറത്തേക്ക് പോയില്ല. ഇല്ല, ഫ്ലൂയിഡ് ഇപ്പുറത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്തു അല്ലെ. അത്രയും റെസിസ്റ്റൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ സ്പ്രിങ്ങിന്റെ കേസിൽ നമ്മളൊരു ഇൻപുട്ട് ഫോഴ്സ് കിട്ടി, ആ ഇൻപുട്ട് ഫോഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് വീണ്ടും അതിന്റെ പഴയ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് കാരണം അതിന്റെ അകത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടാവും. നേരെ മറിച്ച് ഡാഷ്പോർട്ട് അല്ലെങ്കിൽ ഡാമ്പർ സിസ്റ്റത്തിനകത്ത് നമ്മളൊരു ഇൻപുട്ട് ഫോഴ്സ് കൊടുത്താൽ ഈ പിസ്റ്റൺ മൂവ് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ട്. ദെൻ നമ്മൾ ഈ ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ ആ പൊസിഷനിൽ തന്നെ നിൽക്കുക ചെയ്യുക, തിരിച്ചു വരില്ല. അപ്പം അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താ? ഈ പിസ്റ്റണിന് തിരിച്ചു വരാൻ ആവശ്യമായ എനർജി എവിടെ സ്റ്റോർ ചെയ്തിട്ടില്ല? ഡാമ്പറിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പൊ പൊതുവെ ഡാമ്പർ സിസ്റ്റത്തിനകത്ത് എനർജി സ്റ്റോർ ചെയ്യില്ല, ബട്ട് ഡിസിപ്പേറ്റ് ചെയ്യും, ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കുക? ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്? ഇപ്പുറത്തേക്ക് വരുന്നത്. കിട്ടിയ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലൂയിഡ് ഇപ്പുറത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പം സ്റ്റോറിങ് ഇല്ല, ഡിസിപ്പേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ഡാമ്പറിന്റെ കേസിൽ എന്തില്ല? എനർജി സ്റ്റോറിങ് ഇല്ല,
അപ്പം ആ ഡെസിപ്പേറ്റഡ് എനർജിയുടെ എമൗണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു സി വി സ്ക്വയർ. ഇ ഈസ് ഈക്വൽ ടു സി വി സ്ക്വയർ. സ്പ്രിങ്ങിന്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ. അതേപോലെ മാസ് മൂവിംഗ് ബോഡിയുടെ എനർജി ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. ദെൻ ഡാമ്പറിന്റെ കേസിൽ എന്തില്ല, എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, എനർജി ഡെസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു സി വി സ്ക്വയർ. ഇത് ഈ ഒരു 3 ഇക്വേഷൻ ഓർമ്മ വേണം. ഇതിനെ കൊണ്ട് നമുക്ക് ഈ കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി മെക്കാനിക്കൽ സിസ്റ്റത്തിൽ 2 സിസ്റ്റം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? ട്രാൻസ്ലേഷനും റൊട്ടേഷനും. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ നിന്ന് റൊട്ടേഷൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ആരൊക്കെയാണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ആരൊക്കെ ആയിരിക്കും? ഒന്ന് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു നോക്കിയാൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം സ്പ്രിംഗ് ആണ്. അങ്ങനെയാണ് സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ആടെ ആയിരിക്കും? സ്പ്രിങ്ങില് ട്രാൻസ്ലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീനിയർ മോഷൻ അല്ലെ. സ്പ്രിങ്ങിൽ ഇങ്ങനെ ഒന്നിക്ക് അങ്ങോട്ടൊരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്രഷൻ. റൊട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് സ്പ്രിങ്ങിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പ്രിങ് ഉണ്ട്. ദാറ്റ് ഈസ് ടോർഷണൽ സ്പ്രിങ്. കേട്ടിട്ടില്ലേ? നോക്കാം എന്തൊക്കെയാണ് റൊട്ടേഷൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട. The spring, dashpot and mass are the basic building block of mechanical system in translation. ട്രാൻസ്ലേഷന്റെ 3 ആളെ നമ്മൾ പറഞ്ഞു. Where only forces and straight line displacements are involved without any rotation. ഇത് പ്യൂർലി ട്രാൻസ്ലേഷൻ സിസ്റ്റം. ഇനി റൊട്ടേഷൻ വരുന്ന സിസ്റ്റം, റൊട്ടേഷണൽ സിസ്റ്റത്തിൽ ഇതേപോലെ 3 ആൾക്കാർ, ഇവിടെ സ്പ്രിങ്, ഡാഷ്പോട്ട്, മാസ് എന്ന് പറഞ്ഞ പോലെ റൊട്ടേഷണൽ സിസ്റ്റത്തിലെ 3 ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. അവിടെ സ്പ്രിങ് ആണെങ്കിൽ ഇവിടെ ടോർഷണൽ സ്പ്രിങ്, അവിടെ ഡാഷ്പോട്ട് അല്ലെങ്കിൽ ഡാമ്പർ ആണെങ്കിൽ ഇവിടെ റോട്ടറി ഡാഷ്പോട്ട് അല്ലെങ്കിൽ റോട്ടറി ഡാമ്പർ. ദെൻ അവിടെ മാസ് ആണെങ്കിൽ ഇവിടെ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. പേരുകൾ മറന്നുകൊണ്ട. സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് റൊട്ടേഷണൽ ദാറ്റ് ഈസ് ടോർഷണൽ സ്പ്രിങ്. ഡാഷ്പോട്ട് അല്ലെങ്കിൽ ഡാമ്പറിന് കറസ്പോണ്ടിങ് റൊട്ടേഷണൽ എലമെന്റ് റോട്ടറി ഡാഷ്പോട്ട് ഓർ റോട്ടറി ഡാമ്പർ. ദെൻ ലാസ്റ്റ് വൺ മാസിന് കറസ്പോണ്ടിങ് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. എന്താ ഇതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ടോർഷണൽ സ്പ്രിങ്. അപ്പൊ നമ്മൾ ട്രാൻസ്ലേഷണൽ സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ്. എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഫോഴ്സ്, കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിലാവുമ്പോൾ ട്രാൻസ്ലേഷണൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഇനി നമ്മള് ടോർഷണൽ സ്പ്രിങ് ആണ് ഫസ്റ്റ് റൊട്ടേഷണൽ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് എലമെന്റ്. അപ്പോ ഇവിടെ നമ്മൾ ഫോഴ്സ് ആണെങ്കിൽ റൊട്ടേഷണൽ സിസ്റ്റത്തിന് ഫോഴ്സിന് കറസ്പോണ്ടിങ് ടേം എന്താ? ടോർക്ക് അല്ലെ. ദാറ്റ് ഈസ് ടി, ടോർക്ക്. ദെൻ കെ കോൺസ്റ്റന്റ് ആണ്. റൊട്ടേഷണൽ സിസ്റ്റത്തിലും അയാൾ കോൺസ്റ്റന്റ് തന്നെ. ദെൻ എക്സ് എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷണൽ സിസ്റ്റത്തിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എങ്ങനെയാ പറയാ? തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോർഷണൽ സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ എന്താണ്? ടി ഈസ് ഈക്വൽ ടു കെ തീറ്റ. സെയിം ആണ്. അവിടെ ട്രാൻസ്ലേഷൻ, ഇവിടെ റൊട്ടേഷൻ. ട്രാൻസ്ലേഷനിൽ ഫോഴ്സ്, റൊട്ടേഷണൽ സിസ്റ്റത്തിലെ ടോർക്ക്. ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, റൊട്ടേഷണൽ സിസ്റ്റത്തിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നൊട്ടേഷൻസേ മാറിയിട്ടുള്ളൂ, കൺസെപ്റ്റ് ഒന്നും മാറിയിട്ടില്ല. ഇൻ ടോർഷണൽ സ്പ്രിംഗ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ദാറ്റ് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ടോർക്ക് അപ്ലൈഡ്. നമ്മൾ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ എന്താ പറഞ്ഞറിയോ? ഇൻ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ നോർമൽ സ്പ്രിംഗ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് എന്നാ പറഞ്ഞ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് പകരം ആംഗിൾ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സിന് പകരം ടോർക്ക് അല്ലെ. ദാറ്റ് ഈസ് ടി പ്രൊപ്പോർഷണൽ ടു തീറ്റ which is equal to k theta, where k is the spring constant അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ടോർഷൻ സ്പ്രിംഗ് എന്താന്നുള്ളത് ഇതേപോലുള്ള ഒരു സ്പ്രിംഗ് എലമെന്റ് തന്നെയാണ്. ഇവിടെ ഒരു സ്പ്രിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ എന്താ ചെയ്തേ? ഒരു ലീനിയർ ഫോഴ്സ് ആ കൊടുത്തത് അല്ലെ. ഇയാൾ എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്തു. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഈ സ്പ്രിങ്ങിന് ഒരു ട്വിസ്റ്റ് ആണ്, ഒരു ടോർഷൻ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ
ഒരു ആംഗുലാർ ടോർക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ഐദർ ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, ഇയാളൊന്ന് ട്വിസ്റ്റ് ചെയ്യല്ലേ, ആ ട്വിസ്റ്റിങ്ങിനുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ടോർക്ക് ഇക്വേഷൻ ആണ് ടി ഈസ് ഈക്വൽ ടു കെ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എനർജി ഇക്വേഷൻ എന്തായിരിക്കും? നേരത്തെ എനർജി ഇക്വേഷൻ എന്തായിരുന്നു? സ്പ്രിങ്ങിന്റെ എനർജി ഇക്വേഷൻ എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു kv²/2 ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരുന്നില്ലേ? അല്ലേടാ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എനർജി, സ്റ്റോർഡ് എനർജിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഹാഫ് കെ തീറ്റ സ്ക്വയർ. ഓർത്ത് വെക്കണേ. ഇനി ഞാൻ അടുത്ത സ്ലൈഡിലേക്കൊന്നും പോകുന്നില്ല, നമുക്കിനി റോട്ടറി ഡാമ്പറിനെ പറ്റി പറയാം. റോട്ടറി ഡാമ്പർ, നേരത്തെ ലീനിയർ ഡാമ്പർ എങ്ങനെയായിരുന്നു? ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആയിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഈ പിസ്റ്റന്റെ ലീനിയർ മോഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും? നമ്മുടെ റോട്ടറി ഡാമ്പർ ആകുമ്പോൾ ഈ പിസ്റ്റൺ അടങ്ങുന്ന ഷാഫ്റ്റിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ആംഗുലാർ മോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ നമുക്ക് ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലെ ഡാമ്പറിന്റെ ഇക്വേഷൻ അറിയാം. എന്താ? എഫ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു v². വി സ്ക്വയർ ഒക്കെ ഉണ്ടോ? സി വി ആണോ സി വി സ്ക്വയർ ആണോ? സ്ക്വയർ ഉണ്ട്. എനർജി ഇക്വേഷൻ അല്ലേ ഫോഴ്സിന്റെ? ഇല്ല, സി വി അല്ലേ? സി വി. അങ്ങനെയാണെങ്കിൽ ഈ ടോർഷണൽ സോറി റോട്ടറി സിസ്റ്റത്തിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? എഫിന് പകരം ടി, ദാറ്റ് ഈസ് ടോർക്ക്. ഇ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. വിക്ക് പകരം റൊട്ടേഷണൽ സിസ്റ്റത്തിൽ എന്താ വരിക? ഒമേഗ. വി എന്ന് പറയുന്നത് എന്താ? ലീനിയർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റിന്റെ നൊട്ടേഷൻ എന്താ? ഒമേഗ അല്ലേ? അല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? വിയെ നമുക്ക് എന്ത് എഴുതാം? സി ഇൻറ്റു ഈ വിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതായിരുന്നു അല്ലെ. അതേപോലെ ഇവിടെ സി ഇൻറ്റു ഒമേഗനെ എങ്ങനെയാ മാറ്റി എഴുതുക? ഡി തീറ്റ ബൈ ഡി ടി. അപ്പോ റോട്ടറി ഡാമ്പറിന്റെ ടോർക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ്? ടി ഈസ് ഈക്വൽ ടു ഒമേഗ സോറി സി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. കറക്റ്റ് ആണോ? ഓക്കെ. നമ്മള് ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലെ ഡാമ്പറിന്റെ കേസ് പറഞ്ഞിട്ട് എനർജി സ്റ്റോർ ചെയ്യില്ല, ഡെസിപ്പേറ്റ് ചെയ്യേ ചെയ്യുള്ളൂ. ആ ഡെസിപ്പേറ്റ് ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ എന്തായിരിക്കും? ടോർഷണൽ അല്ലെങ്കിൽ റോട്ടറി ഡാമ്പറിന്റെ എനർജി ഇക്വേഷൻ സി വി സ്ക്വയർ ആയിരുന്നോ? സി വി അല്ലേ? ഓക്കെ ഓക്കെ, സി വി സ്ക്വയർ. അപ്പം ഇവിടെ സി ഒമേഗ സ്ക്വയർ ആവും അല്ലെ. ഇനി മൂന്നാമത്തെ എലമെന്റ്, ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലെ മൂന്നാമത്തെ എലമെന്റ് മാസ് ആയിരുന്നു. നമ്മളിവിടെ പറഞ്ഞിട്ട് മാസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ റൊട്ടേഷൻ സിസ്റ്റത്തില് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയാം. ഒന്നുമില്ല, ഒരു സാധാ ബോഡി, ഒരു മാസ് ഉള്ള ബോഡി. ഇതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ എന്താ ചെയ്യുക? ലീനിയർലി ഇങ്ങനെ ഒന്നിക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു മോഷൻ, ഒരു ഫോഴ്സ് കൊടുക്കും അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇതേ സാധനം തന്നെ ഇതിന് നമ്മൾ ഈ എഫ് കൊടുക്കുന്നതിന് പകരം ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് നമ്മൾ ഇതിനൊരു ടോർക്ക് കൊടുക്കും. ഈ എലമെന്റിന് പറയുന്ന മാസ് എന്നുള്ളതിന് റൊട്ടേഷണൽ സിസ്റ്റത്തിൽ പറയുന്ന പേരാണ് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. പേര് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ കാര്യങ്ങളിലൊന്നും ചേഞ്ച് ഒന്നുമില്ല. ഒരു മാസ് ഉള്ള ബോഡി, അയാൾക്ക് നമ്മളൊരു ടോർക്ക് കൊടുക്കുന്നു. ഇനി മാസിന്റെ ഇക്വേഷൻ, ഫോഴ്സ് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എഴുതി കൂടെ? ഏനെ മാറ്റി എഴുതി കൂടെ? ഇല്ലടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ എഫിന് പകരം എന്ത് വരും? ടോർക്ക് ടി. ദെൻ
ഇവിടെ ഒരു മാറ്റമുണ്ട്. നമ്മൾ ഇവിടെ ഇതേപോലെ ഒരു മാസുള്ള ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ ഒരു മാസുള്ള ബോഡി ഇയാളുടെ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ബട്ട് റൊട്ടേഷണൽ സിസ്റ്റത്തിൽ ഇതേ ബോഡി തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാസ് എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് പറയാ. ഐ അല്ലെങ്കിൽ ജെ എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഐയോ അല്ലെങ്കിൽ ജെയോ ഉപയോഗിക്കാം. ഞാനിപ്പം ഐ ഉപയോഗിക്കുന്നു. മാസ് എന്നുള്ള ടേമിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് റൊട്ടേഷൻ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു മാസ് എന്നല്ല പറയാ, മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നാ പറയാ. ഐ ഓർ ജെ ആണ് ഉപയോഗിക്കുക. ഞാൻ ഐ ആ ഉപയോഗിക്കുന്നത് വെച്ചോ. അപ്പം ഇതിന് ഞാനൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലെങ്കിൽ കൗണ്ടർ വൈസ് റൊട്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ടോർക്ക് എന്ന് ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത ഇൻപുട്ട് ടോർക്ക് ഈസ് ഈക്വൽ ടു ഇവിടെ എമ്മിന് പകരം ഇവിടെ എന്ത് വരും? ഐ വരും. എക്ക് പകരം ആൽഫ. ആംഗുലാർ ആക്സലറേഷൻ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാം? ആൽഫ. ആൽഫ അല്ലേ? ഇനി ഇതിനെ എങ്ങനെയാ മാറ്റിയതാ? ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി. മൊമെന്റ് ഓഫ് ഇനേഷ്യ, മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഫൈനൽ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. കറക്റ്റ് അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ എനർജി ഇക്വേഷൻ. നമ്മൾ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ എനർജി ഇക്വേഷൻ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. റൊട്ടേഷണൽ സിസ്റ്റത്തിലാവുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഹാഫ് ഐ വിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ദാറ്റ് ഈസ് ഒമേഗ ഐ ഒമേഗ സ്ക്വയർ. കറക്റ്റ് ആണല്ലോ? ഇപ്പൊ നമ്മള് 6 ബിൽഡിംഗ് ബ്ലോക്കുകൾ പഠിച്ചു. 3 ട്രാൻസ്ലേഷന്റെയും 3 റൊട്ടേഷന്റെയും. റോട്ടറി ഡാമ്പർ നമ്മളപ്പുറത്ത് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടോർക്ക് എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഇസ് ടി പ്രൊപ്പോർഷണൽ ടു ഒമേഗ. ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു സി ഒമേഗ. ഒമേഗനെ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഫൈനൽ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു സി ഡി തീറ്റ ബൈ ഡി ടി. ദെൻ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമ്മുടെ മാസ് എന്നുള്ളത് മാറി ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളതായി. എം മാറി ഐ ആയി. അപ്പൊ ടി പ്രൊപ്പോർഷണൽ ടു ആൽഫ. അപ്പുറത്ത് എഫ് പ്രൊപ്പോർഷണൽ ടു എ ആയിരുന്നു ന്യൂട്ടൺ സെക്കൻഡ് ലോ. എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതിയ പോലെ ടി ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ആൽഫനെ എന്ത് ചെയ്യാം? ഡി ഒമേഗ ബൈ ഡി ടി എന്ന് എഴുതാം. അതിനെ ഒന്നുകൂടി മാറ്റിയാൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഫൈനൽ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ദെൻ എനർജി ഇക്വേഷൻസ് സ്പ്രിങ്ങിൻ്റെത് നമ്മൾ ഹാഫ് എന്തായിരുന്നു പറഞ്ഞത്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലെ? അതിനെ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഹാഫ് കെ എക്സ് സ്ക്വയറിനെ എങ്ങനെയാ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നത്? ഹാഫ് എഫ് സ്ക്വയർ ബൈ കെ എന്ന് എഴുതിയിട്ടില്ലേ? ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ കെ എക്സ് ആണ്. എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ എക്സ് സ്ക്വയർ. കെയും കെയും ക്യാൻസൽ ആവും. ഫൈനലി ഹാഫ് കെ എക്സ് സ്ക്വയർ വരും. അപ്പൊ അതിനെ കറസ്പോണ്ടിങ് എഫിന് പകരം നമ്മൾ എന്ത് എഴുതും? ടോർക്കിന്റെ ഇക്വേഷൻ എഴുതും. ടി എന്ന് പറയുന്ന ലെറ്റർ എഴുതും. അതേപോലെ മാസ് സിസ്റ്റത്തില് നമ്മളെ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ കൈനറ്റിക് എനർജി ആയിരുന്നു. ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ എമ്മിന് പകരം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ, വിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ദാറ്റ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദെൻ റോട്ടറി ഡാമ്പർ ഞാൻ പറഞ്ഞു സ്റ്റോർ ചെയ്യുന്നില്ല, പക്ഷെ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സി ഒമേഗ സ്ക്വയർ. അപ്പുറത്ത് എന്തായിരുന്നു? സി വി സ്ക്വയർ ആയിരുന്നു. ഇവിടെ സി ഒമേഗ സ്ക്വയർ. ഓക്കെ, അതിന്റെ ഒരു മൊത്തത്തിലുള്ള സമ്മറിയാണ് ഇത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എലമെന്റുകളുടെ മൊത്തത്തിലുള്ള ഒരു ഇക്വേഷൻ സമ്മറി ചെയ്ത്. ട്രാൻസ്ലേഷൻ സിസ്റ്റം സ്പ്രിങ് ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ്. എനർജി ഇക്വേഷൻ ഹാഫ് എഫ് സ്ക്വയർ ബൈ കെ. ദെൻ ഡാഷ്ബോർഡ് ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡിസിപ്പേറ്റഡ് എനർജി ദാറ്റ് ഈസ് പവർ സി വി സ്ക്വയർ. മാസ് എഫ് ഈസ് ഈക്വൽ ടു എം എ ദാറ്റ് ഈസ് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എനർജി ഹാഫ് എം വി സ്ക്വയർ. ദെൻ റൊട്ടേഷനിൽ സ്പ്രിങ് ആകുമ്പോൾ ഇവിടെ എന്താവും? ഇവിടെ ടോർഷണൽ സ്പ്രിങ് ആണ്, വെറും സ്പ്രിങ് അല്ല. ടോർഷണൽ സ്പ്രിങ് എഫ് ഈസ് ഈക്വൽ ടു കെ എക്സിന് റിലേറ്റ് ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു കെ തീറ്റ. ഹാഫ് എഫ് സ്ക്വയർ കെക്ക് പകരം ഹാഫ് ടി സ്ക്വയർ ബൈ കെ. ദെൻ റോട്ടറി ഡാമ്പർ എഫ് ഈസ് ഈക്വൽ ടു ടി സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആയിരുന്നു. ഇവിടെ സി ഡി തീറ്റ ബൈ ഡി ടി. ദെൻ ഡെസിപ്പേറ്റഡ് എനർജി എന്ന് പറയുന്നത് സി ഒമേഗ സ്ക്വയർ. ദെൻ മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേഷ്യ വരും. അതിന്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ വന്നതിന് പകരം ടി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് പോലെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ.
ഇത്രയും ക്ലിയർ ആണോ? Yes, sir. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെയും മെക്കാനിക്കൽ റൊട്ടേഷൻ സിസ്റ്റവും ഈ 3 ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് പല സിസ്റ്റവും ഡിസൈൻ ചെയ്യാം. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വണ്ടിയുടെ ചേസസ്, വണ്ടിയുടെ കാറിന്റെ മൊത്തം സിസ്റ്റത്തേക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്കുകൾ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇവിടെ ഒരു സിമ്പിൾ മെക്കാനിക്കൽ സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് ബിൽഡിംഗ് ബ്ലോക്സ്? ആരൊക്കെ ഉണ്ട് ഇവിടെ? സ്പ്രിംഗ് ഉണ്ട് അല്ലെ? സ്പ്രിംഗ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്, മാസ് ഉണ്ട്. ഈ കണക്ഷനും കാണിച്ചിട്ടുണ്ട്. ഒരു എൻഡ് ഫിക്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഇൻപുട്ട് ഫോഴ്സ് എഫ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ഇൻപുട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്താ ഔട്ട്പുട്ട് ഉണ്ടാവുക? ഇപ്പൊ ട്രാൻസ്ലേഷണൽ മോഷനിലാണ്. കാരണം നമുക്കറിയാം സ്പ്രിങ്ങും ഡാഷ്ബോർഡ് ഒക്കെ കാണിച്ചിട്ട് മാസ് എന്ന് എഴുതിയിട്ടുണ്ട്. റൊട്ടേഷൻ സിസ്റ്റം ആണെങ്കിൽ ഇത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയി മാറും. അപ്പൊ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാൻസ്ലേഷണൽ മോഷൻ കിട്ടും. അതായത് ഇപ്പൊ ഉള്ള പൊസിഷനിൽ നിന്നും ഇയാള് ഒരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും അല്ലെ? അതല്ലേ നമ്മുടെ ഔട്ട്പുട്ട്. അപ്പൊ ഇൻപുട്ട് ഈസ് എഫ്, ഔട്ട്പുട്ട് ഈസ് എക്സ്. ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഈ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. നമുക്ക് ഈ ഓരോ ആൾക്കാരുടെ ഇക്വേഷൻ അറിയാം. മാസിന്റെ മാത്രം ഇക്വേഷൻ അറിയാം, സ്പ്രിങ്ങിന്റെ മാത്രം ഇക്വേഷൻ അറിയാം, ഡാഷ്ബോർഡിന്റെ മാത്രം ഇക്വേഷൻ അറിയാം. പക്ഷെ ഇത് മൂന്നും കൂടി അസംബിൾ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതാണ് ഈ ഭാഗത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവും. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ പിന്നെ പ്രോബ്ലം ചെയ്യാനുള്ള ഒരുക്കത്തിൽ വരിക. പ്രോബ്ലം ഒന്നുമല്ല, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. അപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ പഠിച്ച 6 ബ്ലോക്കുകളും അതിന്റെ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പെട്ടെന്ന് പറയോ. നമ്പർ 1, present, sir. 2,